ബഹുമാനപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, ഈ ചാർവാകം 2026 പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി ഞാൻ ആദ്യമായിട്ട് രേഖപ്പെടുത്തുന്നു. ചാർവാകത്തിൽ ഒരു പ്രസന്റേഷൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഭിമാനമാണ്. അങ്ങനെ ഒരിക്കൽ കൂടി ഒരു അവസരം കിട്ടിയതിന് നന്ദി. ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഹോമിയോ ചികിത്സ കൃഷിയിൽ എന്നുള്ള വിഷയമാണ്. എൻ്റെ ഒരു അനുഭവം ആദ്യമായിട്ട് പറയും. ഒരു കൃഷിക്കാരൻ എന്നെ വിളിച്ചു. കാസർഗോഡ്, ഞാൻ നീലേശ്വരത്താണ് താമസിക്കുന്നത്, കാസർഗോഡ് ജില്ലയിൽ. അപ്പോ കൃഷിക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ കവുങ്ങിന് നല്ല ചൂടടിക്കുന്നുണ്ട്, വരൾച്ചയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് 7000 രൂപയുടെ ഹോമിയോ ഗുളിക വാങ്ങി വെള്ളത്തിൽ കലർത്തിയിട്ട് കവുങ്ങിന്റെ ചുവട്ടിൽ ഒഴിച്ചു. എന്നിട്ട് ഒരു 2000 കവുങ്ങ് ഉണങ്ങിപ്പോയി. ചൂടിനെ ഇതാക്കാൻ വേണ്ടി സാധിച്ചില്ല, അതിജീവിക്കാൻ സാധിച്ചില്ല, കവുങ്ങൊക്കെ ഉണങ്ങിപ്പോയി. ഞാൻ എന്ത് ചെയ്യും? ഇനിയും ആൾക്കാർ പറ്റിക്കപ്പെടാതിരിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്താൽ മതി. ആ സാധനത്തിന്റെ ബില്ലും ഒക്കെ കാണിച്ചുകൊണ്ട്, പ്രോഡക്റ്റിന്റെ ഇതൊക്കെ കാണിച്ചുകൊണ്ട് എനിക്ക് ഫോട്ടോ ഇട്ട് തരും. അത് കൂടാണ്ട് നിങ്ങൾ പറയണം, ആ ബില്ലൊക്കെ കാണിച്ചുകൊണ്ട്, നിങ്ങളുടെ തോട്ടം കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ ക്ലിപ്പിംഗ് ഇടണം. ഇങ്ങനെ എല്ലാം പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്, ഞാൻ വാങ്ങിച്ചതാണ്, ഇന്നതിക്കുന്ന വാങ്ങിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ എല്ലാം ചെയ്യാം, എൻ്റെ മക്കൾക്ക് ഇതിനൊക്കെയുള്ള അറിവുണ്ട്, ചെയ്യാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോ സാധനം വന്നു. അതിൽ ഇദ്ദേഹത്തിന്റെ മുഖമില്ല, ബില്ലില്ല, ഒന്നുമില്ല. ഇങ്ങനെ കാറ്റത്താടുന്ന തെങ്ങും കവുങ്ങും മാത്രമുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അത്രമാത്രം. അപ്പോ ഞാൻ പറഞ്ഞു, ഇതേടി എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ ഉദ്ദേശിച്ചത് അദ്ദേഹം അങ്ങനെ ഒന്ന് തന്നു കഴിഞ്ഞാൽ അതിനുശേഷം ബാക്കി ഞാൻ ചേർത്തിട്ട് പറയാന്നുള്ളതായിരുന്നു. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അങ്ങനെ തന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവൻ അപകടത്തിലാവുമോ എന്ന് എനിക്ക് പേടിയുണ്ട്. ആ പേടിച്ചത് കൊണ്ട് വീട്ടിൽ നിന്ന് ആരും സമ്മതിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ തരാത്തത് എന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരുപാട് കൃഷിക്കാർ ഇന്ന് പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറച്ചും ഇതിന്റെ പരസ്യമാണ്, അനുഭവ സാക്ഷ്യങ്ങളാണ്. ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ കാണിക്കാം. വന്യജീവികളെ തുരത്താൻ സാധാരണ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. പക്ഷെ ഇവിടെ പഞ്ചസാര ഗുളിക ഇട്ട് കഴിഞ്ഞാൽ പോവും. ഒരു കൃഷിക്കാരൻ ഇത് വാങ്ങിച്ചു കുരങ്ങിന് ഓടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അന്നേരം കോഴിക്കോട്ടുള്ള ഡോക്ടർ കൊടുത്ത ഒരു കോഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉറുമ്പ് കൊണ്ടുപോവാണ്ട് സൂക്ഷിക്കണേ ഗുളിക എന്നുള്ളതാണ്. ആനയെ ഓടിക്കും ഗുളിക, പക്ഷെ ഉറുമ്പ് കൊണ്ടുപോവാണ്ട് നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ വലിയ തോതില് പരസ്യങ്ങള്, 2 തുള്ളി ഹോമിയോ മരുന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു കീടവും വരില്ല. കണ്ടില്ലേ, പറമ്പിൽ തന്നെ പഴുത്തു, പറമ്പിൽ തന്നെ കൊല മൊത്തമായിട്ട് പഴുത്തു. വെജിറ്റബിൾ ഫാമിങ്ങില്, ഇത് ഗോതമ്പ് കൃഷിയില് മാജിക് ഡ്രോപ്പുകളാണ്. അത്രയും കൊണ്ട് 1 തുള്ളി മാജിക് ഡ്രോപ്പുകൾ എല്ലാ പ്രശ്നങ്ങളും, രോഗ കീട പോഷക പ്രശ്നങ്ങൾ, വളർച്ചാ പ്രശ്നങ്ങൾ, പൂവിടാത്തത്, കായ്ക്കാത്തത്, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ ഒറ്റ മാജിക് ഡ്രോപ്പ് എന്നുള്ള നിലയിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വലിയ തോതിൽ അനുഭവ സാക്ഷ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ബെസ്റ്റ് സെല്ലർ, എല്ലാറ്റിനും മാജിക് ഡ്രോപ്പുകൾ ഉണ്ട്. ഇദ്ദേഹവും പറയുന്നത് ഹോമിയോ മരുന്നിനെ കുറിച്ചാണ്. ഹോമിയോ മരുന്ന് ഇത് ഒരുപാട് പേര് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പരസ്യങ്ങളിൽ കാണാം. ഹോമിയോ കൃഷി പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, അതിന് ട്യൂഷൻ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. വൻതോതിൽ വലിയ വലിയ അവകാശവാദങ്ങൾ, ചെറിയതൊന്നുമല്ല, വലിയ 1 രൂപ ചെലവാക്കിയാൽ മതി തെങ്ങിന്. നിങ്ങൾക്ക് എത്രയോ ആയിരക്കണക്കിന് രൂപയാണ് തെങ്ങിൽ നിന്ന് വളവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വൻതോതിലുള്ള അവകാശവാദങ്ങൾ. അപ്പൊ അതൊന്ന് പരിശോധിക്കേണ്ടതല്ലേ നമ്മള്? ഈ പറ്റിക്കപ്പെടുന്നത് ഇങ്ങനെ തുടരാൻ അനുവദിക്കേണ്ടതുണ്ടോ? ഈ ഹോമിയോ, മനുഷ്യന് ചികിത്സക്ക് വേണ്ടി ഉണ്ടാക്കിയ ഹോമിയോ ചെടികളുടെ ചികിത്സയിൽ തുടങ്ങി വെച്ചത് ഇദ്ദേഹമാണ്. കവിരാജ് എന്ന് പറഞ്ഞ ഒരു ഡച്ച് ഫിസിഷ്യൻ, ഒരു ഹോമിയോ ഡോക്ടറാണ്. അദ്ദേഹം ഇന്ത്യൻ ഒറിജിനാണ്, പേരും തന്നെ അറിയാം. ഇന്ത്യൻ ഒറിജിനാണ് അദ്ദേഹം. ഈ സ്വിറ്റ്സർലാൻഡിലേക്കൂടെ സഞ്ചരിക്കുമ്പം ഒരു ലേഡി, അവരുടെ ആപ്പിൾ തോട്ടത്തിന് രോഗങ്ങളുണ്ട്, അത് ശരിയാക്കി തരാൻ പറ്റില്ലേ ഈ ഹോമിയോനെ കൊണ്ടെന്ന് ചോദിച്ചു. അങ്ങനെ അവിടെ താമസിച്ച് അദ്ദേഹം എല്ലാം ശരിയാക്കി കൊടുത്തു എന്നാണ് അവകാശപ്പെട്ടത്. അതിനുശേഷമാണ് ഹോമിയോ കൃഷിയിൽ തുടങ്ങിയത് കാര്യമായിട്ട്. അതിന് മുമ്പേ ഉണ്ട്, പക്ഷെ വളരെ വളരെ ചെറിയ തോതിൽ മാത്രം. ഇദ്ദേഹമാണ്
അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യയിൽ ഒരു ഗുരുവിന്റെ കീഴിൽ കുറെ കാലം അഭ്യസിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എഴുതിയ പുസ്തകമാണ്. ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ഹോമിയോനെ കുറിച്ചിട്ട് ലഭ്യവുമാണ്. പുസ്തകത്തിന്റെ ഒരു കുറവുമില്ല. പുസ്തകങ്ങളൊക്കെ ഉണ്ട്. വെറ്റിനറി ഹോമിയോപ്പതി ഉണ്ട്, ഡെന്റൽ ഹോമിയോപ്പതി ഉണ്ട്. ഇപ്പൊ എന്റെ റെക്കമെൻഡേഷൻസ് മുഴുവൻ ഉണ്ട്. ഇന്നിന്ന ഇത്ര ഗുളിക ഇത്ര ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇന്നിന്ന സ്റ്റേജിൽ ഒഴിച്ചു കഴിഞ്ഞാൽ മാറുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ റെക്കമെൻഡേഷൻസും ഒക്കെ കിട്ടാനുണ്ട്. പലവിധ ഹോമിയോ കമ്പനികളുടേത് എല്ലാം നെറ്റിൽ കിട്ടാനുണ്ട്. റബ്ബറിന്റെ പട്ടമരവിപ്പും തെങ്ങിന്റെയും നെല്ലിന്റെയും എല്ലാം. ഒരു ഹോമിയോ ഇതില് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ ടെസ്റ്റ് ചെയ്ത മരുന്നാണെന്നാണ് അവരവകാശപ്പെട്ടത്. അപ്പൊ നോക്കുമ്പോഴേക്ക് എന്താണ്, അതിലെ കെമിക്കൽ കണ്ടന്റ് ആണ് ടെസ്റ്റ് ചെയ്തത്. അതിന്റെ ഫീൽഡിലുള്ള എഫിഷ്യൻസി അല്ല ടെസ്റ്റ് ചെയ്തത്. അവരുടെ അവകാശവാദങ്ങളല്ല യൂണിവേഴ്സിറ്റി ടെസ്റ്റ് ചെയ്തത്. മറിച്ച് അതിന്റെ കെമിക്കൽ കണ്ടന്റ്, കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് ഇത്ര ശതമാനം ഉണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്. പക്ഷെ അത് വെച്ചിട്ട് പറയുന്നത് ടെസ്റ്റഡ് ഇൻ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എന്നാണ്. ഇതിനൊക്കെ പ്രൈസ് ഉണ്ട്. പ്രൈസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. നല്ല പൈസ ചെലവാക്കണം. ഞാൻ പറഞ്ഞില്ല, 7000 രൂപയാണ് എൻ്റെ സുഹൃത്തായിട്ടുള്ള കൃഷിക്കാരൻ ചെലവഴിച്ചത്. 7000 രൂപ. ഒരുപാട് ഹോമിയോ മരുന്നുകളും പല കമ്പനികളുടേതുണ്ട്. അപ്പൊ കീ പ്രിൻസിപ്പിൾസ് ഓഫ് ഹോമിയോപ്പതി നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നു. ലൈക്സ് ക്യൂർ ലൈക്ക് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഒരാൾക്ക് ഉള്ളി മുറിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കണ്ണരിച്ചിൽ വരുന്നു, മൂക്കുന്ന് വെള്ളം ചാടുന്നുണ്ടെങ്കിൽ ജലദോഷത്തിന് പറ്റിയ മരുന്നാണ് ഉള്ളി. അത് നേർപ്പിച്ചിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ്. അതാണ് അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഹോമിയോന്റേത്. അതാണ് ആരോഗ്യമുള്ള മനുഷ്യനിൽ ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ ഏതിനോട് സമാനമാണോ ആ രോഗം ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നേർപ്പിച്ച അതേ സാധനത്തിന് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഹോമിയോന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്ന്. പിന്നെ എന്ന് പറഞ്ഞാൽ മിനിമം ഡോസ് മതി. ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ആണ്. മിനിമം ഡോസ് മതി. അത് ഒരു മദർ ടിങ്ചർ ഉണ്ടാവും. മദർ ടിങ്ചറിന്ന് ഒരു മില്ലി എടുത്തിട്ട് 100 മില്ലി വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ ആൽക്കഹോളിലേക്ക് ആൽക്കഹോളിലേക്ക് ഡൈല്യൂട്ട് ചെയ്യും. അതിൽ നിന്ന് 1 മില്ലി എടുത്തിട്ട് അടുത്ത 100 മില്ലിയിലേക്ക് അങ്ങനെ ഡൈല്യൂട്ട് ചെയ്ത് പോകും. 12-13 തവണ ഡൈല്യൂഷൻ വരുമ്പോഴേക്കും 12 സീൽ ഒരു ഡൈല്യൂഷൻ 100 ml വരുന്ന ഡൈല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സി എന്നാണ് പറയുക. 12 സി കഴിയുമ്പോഴേക്കും അവോഗാഡ്രോ പ്രിൻസിപ്പിളിന് അപ്പുറമുള്ള ഡൈല്യൂഷൻ വരും. അതിൽ ഒരു തുള്ളി, ഒരു മോളിക്യൂൾ പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. വൈറ്റൽ ഫോഴ്സ്, ജീവശക്തിയുണ്ട്. എല്ലാറ്റിനും ജീവശക്തി ഉണ്ട്. ആ ജീവശക്തി തയ്യാറാകുമ്പോൾ മയാസംസ് ഉണ്ടാവും. ഈ മയാസങ്ങളാണ് പ്രശ്നം. അതിനെയാണ് നമ്മൾ പരിഹരിക്കേണ്ടത് എന്നുള്ളതാണ് 1796 1890 ആദ്യഘട്ടങ്ങളിൽ സാമുവൽ ഹാനിമാൻ ഉണ്ടാക്കിയ തത്വങ്ങളാണ്. ഡ്രഗ് പ്രൂവിങ്. ആരോഗ്യമുള്ള മനുഷ്യരിലാണ് ഈ ഡ്രഗ് ഒക്കെ പ്രൂവ് ചെയ്യുക. ആരോഗ്യമുള്ള മനുഷ്യരിൽ എന്ത് ലക്ഷണം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പരിശോധിക്കുക. മറ്റേ രോഗമുള്ള മനുഷ്യനിൽ രോഗം പരിശോധിച്ച് രോഗം ഭേദപ്പെടുമോ എന്നുള്ളതല്ല നോട്ടം. ക്രിറ്റിസിസം ഉണ്ട്. ഹോമിയോപ്പതിക്കുള്ള ക്രിറ്റിസിസം ലോകമെങ്ങും വ്യാപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് രാജ്യങ്ങളിൽ ഹോമിയോപ്പതി നിരോധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എക്സീഡിംഗ് മോളിക്യുലാർ ലിമിറ്റ്സ്, കോൺട്രാഡിക്ഷൻ ഓഫ് ഫിസിക്കൽ ലോസ്. അതായത് ഡോസ് മേക്സ് ദ പോയിസൺ അല്ലെങ്കിൽ ഡോസ് റെസ്പോൺസ് കർവ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അപ്പോൾ അത് അടിസ്ഥാന തത്വമാണ് ഫിസിക്കൽ നിയമങ്ങളിൽ. അതിനെ തന്നെ എതിർക്കുന്നതാണ്. എന്നുവെച്ചാൽ ഡോസ് കുറയും തോറും എഫക്റ്റ് കൂടും എന്നുള്ളതാണ് ഹോമിയോന്റെ തത്വം. ഇതിനൊന്നും എവിഡൻസ് ഇല്ല. ജലതന്മാത്രകൾ ഹോമിയോ മരുന്നിനെ ഓർമ്മിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിന് അടിസ്ഥാനമില്ല. ക്വാണ്ടം മെക്കാനിസംസ് ഉണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് ക്വാണ്ടം എന്ന് അറിയാണ്ടാണ് ഈ പറയുന്നത്. ഇപ്പോഴും പറയുന്നത് നാനോ പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ളതാണ്. ക്വാണ്ടം നാനോ പാർട്ടിക്കിൾസ് ഈ ഹോമിയോ ഡൈല്യൂഷനിൽ ഉണ്ട് എന്നുള്ളതാണ് IIT ബോംബെ എന്നുള്ള ഒരു കണ്ടുപിടുത്തമായിട്ട് ഇപ്പം പറയുന്നുണ്ട്. ഞാൻ അതിലേക്ക് വരാം പിന്നീട്. നാനോ പാർട്ടിക്കിൾ ഡിബേറ്റ്, DM അനാലിസിസ് വെച്ച് നോക്കുമ്പോൾ അതിൽ നാനോ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അത് ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ മാത്രം പര്യാപ്തമല്ല. വളരെ വളരെ ചെറിയ കുറച്ച് പാർട്ടിക്കിൾസ് മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. ഈ മനുഷ്യനിലാണല്ലോ ഈ ചികിത്സ മുഴുവൻ തുടങ്ങിയത്. പക്ഷെ അതാണ് ചെടികളിലേക്ക് വ്യാപിപ്പിക്കുന്നത്. അപ്പൊ മനുഷ്യനും ചെടികളും തമ്മിൽ അതിന്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസമുണ്ട്. എന്താണ്? മനുഷ്യനിലാണെങ്കിൽ ഇമ്മ്യൂൺ സെൽസ് ഉണ്ട്, രക്തത്തിൽ വെളുത്ത രക്താണുക്കൾ ഉണ്ട്, അത് ശരീരം മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. ചെടികളിൽ അങ്ങനെ ഇല്ല. അതിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല. ഓരോ സെല്ലും ആണ് അടിസ്ഥാനപരമായിട്ട് പ്രവർത്തിക്കുന്നത്. മെമ്മറി, അഡാപ്റ്റീവ് മെമ്മറി ഉണ്ട്, ആന്റിബോഡീസ് ഉണ്ട്. അതുകൊണ്ടാണ് വാക്സിൻ ഫലിക്കുന്നത്. പക്ഷെ ചെടികളിൽ അങ്ങനെ ഒരു മെമ്മറി ഇല്ല. ചെടികളിൽ സിസ്റ്റമിക് അക്യൂവേർഡ് സിഗ്നലിംഗ് ആണ് ഉള്ളത്.
മറ്റല്ലാണ്ട് ഒരു മെമ്മറി ആയിട്ട് അവിടെ ഇല്ല. പിന്നെ റെസ്പോൺസ് എന്ന് പറയുന്ന മനുഷ്യനിൽ പലതരത്തിലുള്ള വേദനയും വീക്കവും നീർക്കെട്ടും അതുമാതിരിയുള്ള സാധനങ്ങളൊക്കെയാണ്, പനിയൊക്കെയാണ്. ചെടികളിൽ അങ്ങനെയല്ല. ചെടികളിൽ ആ ഭാഗം കരിഞ്ഞു പോവുക, മഞ്ഞളിച്ചു പോവുക, ചെടി ഉണങ്ങിപ്പോവുക മുതലായൊക്കെയാണ് ചെടികളിലുള്ള റെസ്പോൺസ്. അപ്പൊ ഒന്നിലുള്ളതിനെ എടുത്ത് മറ്റേലേക്ക് അങ്ങ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. ചെടികൾ ഏതൊക്കെയാണ് ചെടികളുടെ പ്രിപ്പറേഷൻ ഹോമിയോയിൽ ഉപയോഗിക്കുന്നത്? അഗ്രി ഹോമിയോയിലും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പലതരം ചെടികൾ അതിന്റെ സത്തുകൾ എടുത്ത് മനുഷ്യന്റെ രോഗങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. ആ രോഗങ്ങൾക്ക് മുറിവിന് വേണ്ടിയിട്ടും ഡയോറിയക്ക് വേണ്ടിയിട്ടും ചുമക്കും ഒക്കെയുള്ള പലതരം മരുന്നുകളാണ് ഇവയൊക്കെ. ഇതൊക്കെ എടുത്തിട്ട് സസ്യങ്ങളിലും കൂടെ പ്രയോഗിക്കണം. മനുഷ്യന്റെ ലക്ഷണം വേറെ, സസ്യങ്ങളിലെ ലക്ഷണം വേറെ. ഒരടിസ്ഥാന തത്വം അതിലില്ല, അങ്ങ് പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത്. പലതരം മിനറൽസ്, മഗ്നീഷ്യം ഫോസ്ഫോറിക്കം, മഗ്നീഷ്യം ഫോസ്ഫറസും കൂടിയിട്ടുള്ള മിക്സറാണ്. അത് ചിലപ്പം ചെടികളിൽ ഫലം ഉണ്ടാക്കും. കാരണം മഗ്നീഷ്യം ചെടിക്ക് വേണ്ട മൂലകമാണ്, ഫോസ്ഫറസും ചെടിക്ക് വേണ്ട മൂലകമാണ്. അത് ചിലപ്പം ഫലം ഉണ്ടാക്കിയേക്കും. അതുമാതിരിയുള്ള ഒരുപാട് സാധനങ്ങൾ മനുഷ്യനിൽ ഉണ്ടാക്കുന്ന രോഗങ്ങൾ, അതിന്റെ ചികിത്സ അത് ചെടികളിലേക്ക് അപ്ലൈ ചെയ്യുന്നു. പിന്നെയോ ഈ കീടങ്ങളെ ചതച്ചെടുത്ത് അതിന്റെ നീരെടുത്തിട്ടുള്ള അതും മനുഷ്യനിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുമാതിരി തന്നെ ചെടികളിലും ഉപയോഗിക്കുന്നു. കൊമ്പൻ ചെല്ലി വരാതിരിക്കണമെങ്കിൽ ഒരു മരത്തിന്റെ ഇല അതിന്റെ നീരെടുത്തിട്ട് തളിച്ചാൽ മതി എന്നുള്ളതാണ്. അല്ലെങ്കിൽ കൊമ്പൻ ചെല്ലിയുടെ തന്നെ ചതച്ചിട്ട് അതിന്റെ നീരെടുത്ത് നീർപ്പിച്ച് തളിച്ചാൽ മതി എന്നുള്ളതാണ്. ആ രീതിയിലാണ് പറയുന്നത്. ഇത് ഉദാഹരണത്തിന് ആർണിക്ക മൊണ്ടാന എന്ന് പറയുന്നത് ഒരു കായകൾ പൊഴിഞ്ഞു പോകുന്നു, പൂക്കൾ പൊഴിഞ്ഞു പോകുന്നു, അതിന് ആർണിക്ക എടുക്കാം. ആർണിക്ക വേറെ ചികിത്സക്ക് ഉപയോഗിക്കുന്നതാണ് ഹോമിയോയില്. ബെല്ലഡോണ അത് പനിക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. പക്ഷെ അത് ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബെല്ലഡോണ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഹോമിയോ പേപ്പറിൽ പറയുന്നത്. ഇങ്ങനെ അങ്ങ് വളരെ ആർബിട്രറി ആയിട്ട് യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ അങ്ങ് നിർദ്ദേശിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നതാണ് കാണുന്നത്. ഈ പരിശോധിച്ച് നോക്കുമ്പോൾ കാണുന്നത്. ഉദാഹരണത്തിന് തെങ്ങില് ഇക്തിയോളം 30CH എന്ന് പറയുന്ന മരുന്നാണ് ഹോംഫർട്ട് കോക്കനട്ട് ബൂസ്റ്റർ എന്ന് മരുന്ന് അതിലുള്ളത് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഈ സാധനം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അമോണിയം ബിറ്റുമിനോ സൾഫോണിക്കം, അതായത് ഒരുതരം മത്സ്യത്തിന്റെ ഫോസിലാണ്. അതിൽ കുറച്ച് കാൽഷ്യം ഫോസ്ഫറസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. ആ സാധനമാണ് തെങ്ങിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. അത് കൂടാണ്ട് തുജ എന്ന് പറയുന്ന ചെടി ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ നീരെടുത്തിട്ട് തെങ്ങിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് പറയുന്നത്. റിനോസറസ് ബീറ്റിലിന് ഇതാണ്. കവുങ്ങിലാണെങ്കിൽ കവുങ്ങിന്റെ മഞ്ഞളിപ്പ് കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ വലിയൊരു പ്രശ്നമാണ്. ഒരുപാട് കവുങ്ങും തോട്ടങ്ങൾ മഞ്ഞളിച്ച് ഉണങ്ങി പോകുന്നുണ്ട്. അപ്പൊ ഉടനെ ഹോമിയോക്കാർ ഇറങ്ങി ഹോമിയോ മരുന്നുകൾ അതിനു വേണ്ടിയിട്ട് ആദ്യം മഞ്ഞളിപ്പിന് എല്ലാതരം മരുന്നുകൾ ഉണ്ടാക്കി. വേറെ ഒരുപാട് അരക്ക ക്യൂർ, അരക്ക ബൂസ്റ്റ്, ഹോംഫർട്ട്, അരക്ക മാജിക്, അതിൽ ഇന്ന കെമിക്കൽ പറയുന്നുണ്ട്. അതായത് കോർണസ് സിർസിനേറ്റ എന്ന് പറയുന്ന ആ ചെടിയാണ് ആ കാണുന്നത്. കോർണസ് സിർസിനേറ്റ അതിന്റെ നീര് ആണ് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ അത് എവിടെയും പ്രൂവ് ചെയ്യുന്നില്ല, എവിടെയും തന്നെ പ്രൂവ് ചെയ്യാതെ. വയറുവേദനക്ക് ഉപയോഗിക്കുന്ന, മനുഷ്യന് വയറുവേദനക്ക് റെക്കമെൻഡ് ചെയ്ത സാധനമാണ് തെങ്ങിന്റെ മഞ്ഞളിപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കാടമത്തിലാണെങ്കിൽ പക്ഷെ യാതൊന്നും തന്നെ പറയുന്നില്ല. അതിന്റെ ആക്റ്റീവ് കെമിക്കൽ ഏതാണ് എന്നുള്ളത് ഒന്നിലും തന്നെ ലഭ്യമല്ല. അവർ കുറെ സാധനങ്ങൾ ഉണ്ടാക്കുന്നു, വൻ പരസ്യം, അനുഭവ സാക്ഷ്യം അതിലേക്കൂടെ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വേറൊന്ന് ഈ ഒച്ച് ഇപ്പം കവുങ്ങും തോട്ടങ്ങളിലും തോട്ടങ്ങളിലൊക്കെ ധാരാളം ഇറിഗേഷൻ വന്നതുകൊണ്ട്, ജലസേചനം വന്നതുകൊണ്ട് എപ്പോഴും നനവുണ്ട്. അതുകൊണ്ട് ഒച്ച് വലിയൊരു പ്രശ്നമാണ്. അപ്പൊ ഒച്ചിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഒച്ചിന്റെ തോട് കലക്ട് ചെയ്ത് അത് വറുത്തെടുത്ത് പൊടിച്ച് അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒച്ച് പോകും എന്നുള്ളതാണ് വിശ്വാസം. ഈ ആധുനിക കൃഷിയിലാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് അതിനൊരു മരുന്നുണ്ട്, ഒച്ചിനെ ഓടിക്കാനുള്ള ഒരു മരുന്ന്, ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് നമുക്കുണ്ട്. പക്ഷെ ഇതില് ഒച്ചിന്റെ തന്നെ തോടെടുത്ത് വറുത്തിട്ട് ഉപയോഗിക്കാനാണ് പറയുന്നത്. ഈ മീലി ഏഫിഡുകൾ എന്ന് പറയുന്ന പ്രാണികളുണ്ട്. അരക്ക് പ്രാണി എന്നാണ് കാസർഗോഡൊക്കെ പറയുക. ഈ പയറിന്റെ ഒക്കെ അറ്റത്ത് കറുകറുത്ത് കൂട്ടമായിട്ട് ഇരിക്കുന്നതാണ്. അതിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് അതിനെ തിന്നുന്ന പ്രാണിയാണത്. അതിന്റെ നീരെടുത്ത് ഉപയോഗിച്ചാൽ മതി. ആ ഓക്ക് മരത്തിന് കാണുന്ന ഒരു പുഴുവാണത്. ആ പുഴു മനുഷ്യന് തട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വീക്കവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ടോക്സിക് സാധനമുള്ള പുഴുവാണ് ആ സാധനം. ആ പുഴുവിനെ എടുത്ത് അരച്ച് അതിന്റെ നീര് തളിച്ചു കഴിഞ്ഞാല് ഈ
ചിത്രശലഭങ്ങളുടെയും മറ്റ് ശലഭങ്ങളുടെയും പുഴുക്കൾ ചെടികളെ ആക്രമിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. തുജയുടേതും പിന്നെ സിന എന്ന് പറയുന്ന ചെടിയാണത്. ആ ചെടിയുടെ നീരെടുത്ത് തളിച്ചാൽ മതി എന്നുള്ളതാണ് പറയുന്നത് ഓരോന്നിനും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് അവൈലബിൾ ആയിട്ടുള്ള ലിറ്ററേച്ചർ, നമ്മൾ ശാസ്ത്രത്തിന്റെ ഒരു സമീപനം അങ്ങനെയാണല്ലോ, ഒന്ന് എക്സ്പെരിമെന്റേഷൻ, പിന്നെ ലിറ്ററേച്ചർ കളക്ട് ചെയ്ത് മുഴുവൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നിഗമനങ്ങളിലേക്ക് എത്തുക. അതിൽ തന്നെ മെറ്റാ സിസ്റ്റമാറ്റിക് സ്റ്റഡീസ് ആണ് ഇപ്പോഴെപ്പോഴും പറയുന്നത്. പഠനങ്ങളുടെ പഠനം. ഒരു പഠനത്തെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ വരും. ഒരുപാട് പഠനങ്ങൾ ലഭ്യമാണ്. അതിനെ മൊത്തം എടുത്തിട്ട് പഠിച്ച പഠനങ്ങളുണ്ട്. മെറ്റാ സിസ്റ്റമാറ്റിക് അനാലിസിസ് എന്ന് പറയും. അങ്ങനെയുള്ള പഠനങ്ങളാണ് ഞാനിവിടെ ആധാരമാക്കിയിട്ടുള്ളത്. ഇത്രയും വിവിധങ്ങളായിട്ടുള്ള വിളകളിൽ പിന്നെ ഹോമിയോ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഉള്ളി മുതൽ പിന്നെ ഉരുളക്കിഴങ്ങും പിന്നെ വെള്ളരി വരെയുള്ള വിളകളിൽ ഹോമിയോ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരുപാട് ഇതുമാതിരിയുള്ള കുറച്ച് റിസർച്ച് പേപ്പർ, കുറച്ച് നല്ല 1-2 നല്ല ജേർണലിലുള്ള പേപ്പേഴ്സ് കിട്ടി. പല പേപ്പേഴ്സും വന്നിരിക്കുന്നത് പ്രിഡേറ്ററി ജേർണൽസ് ആണ്, സ്റ്റാൻഡേർഡ് ജേർണൽസിലൊന്നും അല്ല ഇത് പബ്ലിഷ്, അല്ലെങ്കിൽ ഹോമിയോക്കാർക്ക് മാത്രമുള്ള ജേർണലുകളിലാണ് പബ്ലിഷ് ചെയ്യുന്നത്. മെയിൻ ഫീൽഡിൽ വരുന്ന ജേർണലിലൊന്നും തന്നെ പബ്ലിഷ് ചെയ്യുന്നില്ല. അപൂർവമായിട്ട് അങ്ങനെയുള്ള പബ്ലിക്കേഷൻ കണ്ടിട്ടുള്ളൂ. അതിന്റെ സമ്മറിയാണ് ഈ കാണുന്നത്. ഇത് ഫംഗസിനും നിമറ്റോഡ്സിനും പിന്നെ വൈറസസിനും ഒക്കെ എതിരെയുള്ള പഠനങ്ങൾ ആണിത്. അതിന്റെ ഒരു പിന്നെ ഇതാണ്. എബയോട്ടിക് സ്ട്രെസ്, ചൂട്, തണുപ്പ്, മഞ്ഞ്, അതുമാതിരിയുള്ള എബയോട്ടിക് സ്ട്രെസ്സിന് എതിരെയുള്ള പഠനങ്ങളുടെ ഒരു ടേബിളാണ് ഇത്. പിന്നെ വേറൊരു പഠനമാണ്, അതിൽ ഒരുപാട് ചെടികൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു റിവ്യൂ പഠനമാണിത്. അത് പാത്തോജൻസിനെതിരെയുള്ള, അതായത് ചെടികളെ ബാധിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള അണുബാധകൾക്കെതിരെയുള്ള ഒരു പഠനത്തിന്റെ റിവ്യൂ ആണ് ഇത്. വേറൊരു പഠനമാണ്. ഈ പിന്നെ ജേർണൽ അല്പമെങ്കിലും വിശ്വസിക്കാവുന്നതാണ്. ഇന്റർനാഷണൽ ജേർണൽ ഓഫ് ഹൈ ഡൈല്യൂഷൻ റിസർച്ച് എന്നുള്ളതാണ് ജേർണലിന്റെ പേര്. പക്ഷെ എന്നാലും കുറച്ചും കൂടെ വിശ്വസിക്കാൻ പറ്റുന്ന ജേർണൽ എന്നാണ് AI പറയുന്നത്. അതുകൊണ്ട് ഞാൻ ആ സ്റ്റഡി എടുത്തു. അപ്പൊ അതിൽ കുറെ പേപ്പേഴ്സ്, 76 പഠനങ്ങൾ അതിലുണ്ട്. അതിന്റെ ഒരു ബ്രേക്കപ്പ് ആണ് അത്. അതിന്റെ റിസർച്ച് പേപ്പേഴ്സ് ഇപ്പൊ അടുത്ത കാലത്ത് ഒരുപാട് റിസർച്ച് പേപ്പേഴ്സ് ഹോമിയോപ്പതിയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഹോമിയോപ്പതി ഇൻ അഗ്രികൾച്ചർ എന്നുള്ള ഒരു ഫീൽഡ്, അഗ്രോ ഹോമിയോപ്പതിയിൽ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ പഠനങ്ങളുടെയൊക്കെ ഒരു കൺക്ലൂഷൻ, ആകത്തുക എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുറെ പോസിറ്റീവ് ആയിട്ടുള്ള പഠനങ്ങൾ, ഫലം കിട്ടുന്നുണ്ട് എന്നാണ് ആ പഠനങ്ങളിൽ കാണുന്നത്. അത് എത്രമാത്രം സ്റ്റാൻഡേർഡ് ഉണ്ട് എന്നുള്ളത് പറയാം. അപ്പോ അതില് പലതിലും ചെടിയുടെ വളർച്ച ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, വിത്ത് മുളക്കുന്നത് മെച്ചപ്പെടുത്താൻ, പിന്നെ പലതരം പ്രശ്നങ്ങൾക്കെതിരെ, രോഗകീടബാധകൾക്കെതിരെയും മറ്റ് പ്രശ്നങ്ങൾക്കെതിരെയും ഉള്ള റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പിന്നെ ഇത് ഹോമിയോ മരുന്നുകൾ പര്യാപ്തമാണ് എന്ന് കാണിക്കുന്നു എന്നുള്ളതാണ് ഈ പഠനങ്ങൾ പിന്നെ പറയുന്നത്. ഉദാഹരണത്തിന് സിങ്കം ഫോസ്ഫോറിക്കം ആൻഡ് മഗ്നീഷ്യ ഫോസ്ഫോറിക്ക, ഇത് പിന്നെ സ്പെസിഫിക് ആയിട്ട് ഫിസേറിയം എന്ന് പറയുന്ന വേരുണക്കുന്ന, ചെടികളുടെ വേരുണക്കുന്ന ഒരു ഫംഗസ് ഉണ്ട്, അതിനെതിരെ ഫലപ്രദമാണിത്. അപ്പൊ സിങ്കും മഗ്നീഷ്യവും ഫോസ്ഫറസ് ഒക്കെ ചെടികൾക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ അതിന്റെ ഒരു ഇമ്പ്രൂവ്മെന്റ് അവിടെ ഉണ്ടായേക്കാം. സിന എന്ന് പറയുന്ന ചെടി, അതിന്റെ ഇത് റൂട്ട് നോട്ട് നിമറ്റോഡിനെതിരെ, നിമാവിരകൾക്കെതിരെ ഫലപ്രദമാണ് എന്നാണ് പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ. നാട്രം മ്യൂറിക്കേറ്റം ആൻഡ് സെപ്പിയ, നാട്രം മ്യൂറിക്കേറ്റം എന്ന് പറഞ്ഞാൽ ഉപ്പാണ്, സെപ്പിയ എന്ന് പറഞ്ഞാൽ കട്ടിൽ ഫിഷ് എന്ന് പറയുന്ന ഒരു ഫിഷിന്റെ എക്സ്ട്രാക്റ്റ് ആണ്. അത് സോൾട്ട് സ്ട്രെസ്സിനെതിരെ ഉപ്പുള്ള മണ്ണിൽ ഫലപ്രദമാണ്. പിന്നെ ഫിസിയോളജിക്കൽ ചേഞ്ചസിന് മറ്റു ചില സാധനങ്ങൾ ഫലപ്രദമാണ്. ഒരു ആകത്തുക ഇതാണ്, കുറച്ച് പോസിറ്റീവായിട്ട് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ ഇതിൽ പറയുന്നത്. പക്ഷെ അതിന്റെ പരിമിതികളും വിമർശനങ്ങളും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രശ്നം തന്നെ മെത്തഡോളജിയാണ്. ശാസ്ത്രീയമായിട്ടുള്ള മെത്തഡോളജി വെച്ചിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. സയൻസിൽ, അഗ്രികൾച്ചർ സയൻസിൽ ഇതിനൊക്കെ ഡിസൈൻസ് ഉണ്ട്. കാരണം ചെടികൾ നമ്മൾ ഫീൽഡിൽ വളർത്തണം, അവിടെ ഒരേ ഫെർട്ടിലിറ്റി സ്റ്റാറ്റസ് വേണം, ഒരേ ഇനമായിരിക്കണം, എങ്കിൽ മാത്രമേ നമ്മൾക്ക് താരതമ്യപ്പെടുത്താൻ പറ്റുള്ളൂ. ഒരു പിന്നെ കൺട്രോൾ പ്ലോട്ട് വേണം, ഒന്നും തന്നെ അപ്ലൈ ചെയ്യാത്ത, റിപ്ലിക്കേഷൻസ് വേണം, പല പല യൂണിറ്റുകൾ വേണം, ആവറേജ് എടുക്കണം, സ്റ്റാറ്റിസ്റ്റിക്സ് വെക്കണം, അനാലിസിസ് ചെയ്യണം. ഇതൊന്നും ചെയ്യാതെയാണ്, നെഗറ്റീവ് കൺട്രോൾസ് ഇല്ല, നോ യൂസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്, ഇതൊന്നും ചെയ്യാതെയാണ് ഈ പഠനങ്ങൾ പലതും വന്നിരിക്കുന്നത്. റിപ്ലിക്കബിലിറ്റി ഇല്ല, അതായത്
പിന്നെ ഒരു ലാബിൽ ചെയ്തത് വേറൊരു ലാബിൽ അതേ റിസൾട്ട് കിട്ടണം, അത് കിട്ടുന്നില്ല. പല ലാബുകളിലും ചെയ്ത് നോക്കിയിട്ട് റിപ്പീറ്റബിലിറ്റി അവിടെ ഇല്ല. അപ്പോ ലാർജ് സ്കെയിൽ ഫീൽഡ് ടെസ്റ്റ് വേണം, ലാബറട്ടറി ടെസ്റ്റ് വേണം, അല്ലാതെ ഇതൊന്നും എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു കൺക്ലൂഷൻ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാർഷിക മേഖല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ സങ്കീർണമാണ്. കാരണം പലതരം മണ്ണുകളാണ്, പലതരം ക്ലൈമറ്റാണ്, പലതരം വിളകളാണ്. അതുകൂടാതെ പലതരം വിളകൾക്കും പലതരം ന്യൂട്രിയന്റ് റിക്വയർമെന്റ് ആണ്. ഇപ്പൊ തെങ്ങിനാണെങ്കിൽ ഹൈ ഈൽഡിങ് വെറൈറ്റി, ധാരാളം തേങ്ങ പിടിക്കുന്ന ഒരു തെങ്ങിന് ധാരാളം വളം ഇട്ട് കൊടുക്കണം. തേങ്ങ പിടിക്കാത്ത വളരെ കുറച്ച് തേങ്ങ പിടിക്കുന്ന ഒരു തെങ്ങിന് ഇടുന്ന വളം മതിയാവില്ല. അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ കാർഷിക വ്യവസ്ഥ എന്ന് പറയുന്നത്. പലതരം ചെടികൾ പലതരം ലക്ഷണങ്ങളാണ് കാണിക്കുക. ഇപ്പൊ എസെൻഷ്യൽ എലിമെന്റ്സ് ആയിട്ട് ചെടികൾക്ക് വേണ്ടത് കാർബോഹൈഡ്രജൻ, ഓക്സിജൻ, ഇതൊക്കെ അന്തരീക്ഷത്തിന് കിട്ടും ഒരു പരിധി വരെ. പിന്നെ ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം മുതലായിട്ടുള്ള ഇത്രയും മൂലകങ്ങൾ, മേജർ മൂലകങ്ങൾ, സെക്കൻഡറി മൂലകങ്ങൾ, മൈക്രോ മൂലകങ്ങൾ, ഇത്രയുമാണ് ഒരു ചെടിക്ക് എപ്പോഴും വേണ്ടത്. അപ്പൊ അതിന്റെ ആവശ്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പലതരം ആവശ്യങ്ങളാണ് ഈ മൂലകങ്ങളെ കൊണ്ട് ചെടിക്ക് ഉള്ളത്. പലതരം മണ്ണുകളാണ് ഇന്ത്യയിലും ലോകത്തും, എത്രയോ തരം മണ്ണ്. ആ മണ്ണിന് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. നമ്മുടെ മണ്ണ് ചുവന്ന മണ്ണാണ്. ചുവന്ന മണ്ണിൽ ഹൈ അസിഡിറ്റി ആണ്, ഹൈ അയേൺ ആണ്, ഹൈ അലുമിനിയം ആണ്, പിന്നെ കാൽഷ്യം, പൊട്ടാസ്യം ഒക്കെ വളരെ കുറവാണ്. അങ്ങനെയുള്ള പലതരം മണ്ണിലാണ് ഈ കൃഷി മുഴുവൻ വരുന്നത്. പക്ഷെ അതിനൊക്കെ ഒരേ പരിഹാരമാണ് പറയുന്നത്. അപ്പോൾ ഈ മണ്ണിന്റെ പി എച്ച് അനുസരിച്ചിട്ട് മൂലകങ്ങളെ വലിച്ചെടുക്കാനുള്ള കഴിവ്, മൂലകങ്ങളെ സപ്ലൈ ചെയ്യാനുള്ള മണ്ണിന്റെ കഴിവ് ഒക്കെ വ്യത്യസ്തമാവും. വലിയ സങ്കീർണമായിട്ടുള്ള വ്യവസ്ഥകളാണ്. പലതരം ലക്ഷണങ്ങളാണ് കാണിക്കുക. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, മഗ്നീഷ്യം, അതിൻ്റെയൊക്കെ അഭാവങ്ങള്, അതിന്റെ ടോക്സിസിറ്റികള്, പലതരം ലക്ഷണങ്ങളാണ് കാണിക്കുക. പൊട്ടാസ്യം കുറഞ്ഞു കഴിഞ്ഞാലും കൂടിക്കഴിഞ്ഞാലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണങ്ങളായിരിക്കും കാണിക്കുക. പക്ഷെ ഈ ഹോമിയോയിൽ ഇതിനുള്ള മരുന്നെല്ലാം എല്ലാം ഒരേ തരത്തിലുള്ള മരുന്നുകളാണ്. നമ്മൾ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പെസ്റ്റിസൈഡ്സ് ആണ് നിർദ്ദേശിക്കുന്നത്. പലതരത്തിലുള്ളത് ഫംഗിസൈഡ്, ഇൻസെക്ടിസൈഡ്, ഹെർബിസൈഡ്, നിമാറ്റിസൈഡ്, റോഡന്റിസൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരം നാശിനികളാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത്. പക്ഷെ ഹോമിയോയിൽ കുറച്ച് മരുന്നുകൾ മാത്രമാണ്. ഇതിനെല്ലാം തന്നെ ഇത് കൂടാണ്ട് വളർച്ചാ ത്വരകങ്ങളായിട്ടും പുഷ്പിക്കുവാനും എല്ലാം ഒരേ മരുന്നാണ് പറയുന്നത്. ഇതിന്റെയൊക്കെ ഉദാഹരണങ്ങളാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇനി നമ്മളെ കേരള കാർഷിക സർവകലാശാലയുടെ പാക്കേജ് ഓഫ് പ്രാക്ടീസസ് റെക്കമെൻഡേഷൻസ്, അതായത് കേരളത്തിൽ കൃഷി ചെയ്യുന്ന വിവിധ വിളകൾക്കുള്ള നിർദ്ദേശങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. പാക്കേജ് ഓഫ് പ്രാക്ടീസസ് എന്ന് പറയും. ഇത് എല്ലാ കൃഷിഭവനിലും ഉണ്ടാവും. എല്ലാ അഗ്രികൾച്ചർ ഓഫീസേഴ്സും കൃഷിഭവൻ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇത് വെച്ചിട്ടാണ് കൃഷിക്കാർക്ക് എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കുക. ഇതിലേക്ക് ഒരു നിർദ്ദേശം കയറണമെങ്കിൽ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. വളരെ റിഗറസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് വഴിയാണ് അത് ചെയ്യുന്നത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ഗവേഷകൻ ഒരു റിസർച്ച് ചെയ്യണം, 2 വർഷമെങ്കിലും അത് ചെയ്യണം, 2 വിളകളിലെങ്കിലും ചെയ്യണം. എന്നിട്ട് അത് സോണൽ വർക്ക്ഷോപ്പിൽ അവതരിപ്പിക്കണം. അവിടെ അത് വിദഗ്ധർ പരിശോധിക്കും, ആ ഡേറ്റയൊക്കെ പരിശോധിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നീട് അത് മൾട്ടി ലൊക്കേഷണൽ ട്രയൽ കേരളത്തിൽ ഒരു 5 സ്ഥലങ്ങളിലെങ്കിലും ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റേറ്റ് ലെവൽ വർക്ക്ഷോപ്പിൽ അവതരിപ്പിക്കണം. അവിടുന്ന് ചിലപ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പറയും. അതിനൊക്കെ ശേഷമാണ് ഒരു നിർദ്ദേശം ഈ പാക്കേജിലേക്ക് കയറുന്നത്. അത്രയും റിഗറസ് ആയിട്ടുള്ള എക്സാമിനേഷൻ, എക്സ്പെരിമെന്റേഷൻ കഴിഞ്ഞിട്ടാണ് ഒരു നിർദ്ദേശം വരുന്നത്. പക്ഷെ ഹോമിയോ ആണെങ്കിൽ വാളെടുത്തവനെല്ലാം തന്നെ വെളിച്ചപ്പാടാണ്. അവര് തോന്നുന്നത് അവര് മറുപടിയായിട്ട് നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ലാൻസെറ്റ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള മെഡിക്കൽ ജേണലാണ്. മെഡിക്കൽ ജേണൽ 2005 പറഞ്ഞിട്ടുള്ളത് എൻഡ് ഓഫ് ഹോമിയോപ്പതി എന്നുള്ളതാണ്. 2005 പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഹോമിയോപ്പതിനെ കുറിച്ചിട്ടുള്ള അതുവരെയുള്ളത് എല്ലാം പഠിച്ചു കഴിഞ്ഞ ശേഷം അവർ പറഞ്ഞത് ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള, അശാസ്ത്രീയമായിട്ടുള്ള ഒരു ശാസ്ത്രശാഖയാണ്. ശാസ്ത്രം എന്ന് വിളിക്കാൻ പറ്റില്ല, കപട ശാസ്ത്രമാണ് ഇത്, നിർത്തേണ്ടതാണ് എന്നാണ് ഈ മാഗസിൻ, വളരെ പ്രശസ്തമായിട്ടുള്ള ഈ മാഗസിൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് നിർത്തുന്നതായിട്ട് കാണുന്നില്ല. കൂടുതൽ ബൂം ചെയ്തു വരുന്നു. മനുഷ്യന് ചികിത്സ, പശുക്കൾക്ക് ചികിത്സ, ചെടികൾക്ക് ചികിത്സ എന്നുള്ള രീതിയിൽ എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നുള്ള നിലയിലേക്ക് ഇത് വളർന്നു വരികയാണ് ഇപ്പോഴും ചെയ്യുന്നത്. ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും, കാരണം വലിയ തോതിലുള്ള രാസഭീതി
ജനങ്ങൾക്കുണ്ട്. നമുക്കറിയാലോ, വലിയ തോതിലുള്ള രാസഭീതി ഉണ്ട്. അപ്പൊ ഈ കൃഷി വകുപ്പ് പറയുന്നത് മുഴുവൻ ഭീകരമായിട്ടുള്ള വിഷങ്ങളാണ്. അപ്പൊ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇതാ നിങ്ങൾ ഹോമിയോ ചെയ്യൂ, ഹോമിയോ മരുന്ന് ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, വിഷമല്ലാതെ, പക്ഷെ ഇതിന്റെ അതേ തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാളും മെച്ചപ്പെട്ടുള്ള ഫലം നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് രാസവസ്തുക്കളെ ഒഴിവാക്കിക്കൊണ്ട് ഹോമിയോയിലേക്ക് വരൂ, ഹോമിയോ കൃഷിയിലേക്ക് വരൂ എന്നുള്ളതാണ്. ആ രാസഭീതി മുതലെടുത്തുകൊണ്ടും കൂടെയാണ് ഈ കച്ചവടം ഇവിടെ പൊടിപൊടിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വലിയൊരു വസ്തുത നമ്മുടെ കൃഷിയിടങ്ങളിലും നമ്മുടെ മൊത്തം മേഖലയിലും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം എടുത്തിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ ബ്രീഫായിട്ടാണ് പറഞ്ഞത്, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നന്ദി. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ചോദ്യമുള്ളത്, അൺസയന്റിഫിക് ആയിട്ടുള്ള ഒരു ശാഖയെ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടുതൽ അംഗീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് നമുക്കറിയാലോ, കേന്ദ്രത്തിൽ ഭരിക്കുന്ന BJP സർക്കാരിന് എന്താ പറയാ, പഴമ എല്ലാം വളരെ വലിയ കാര്യമാണ്. അവർക്ക് കൂടുതൽ പുരാതനത്വത്തിലേക്ക് കൂടുന്തോറും വളരെ വളരെ നല്ലതാണ് എന്നുള്ള നിലക്കാണ് അവരെല്ലാറ്റിനെയും കൊണ്ടുവരുന്നത്. അത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു അജണ്ടയും അവർക്കുണ്ട്. അങ്ങനെ പഴയ ആയുഷും ഒക്കെ വരുന്നത് ആ പഴയ ശാസ്ത്രവും നമ്മുടെ പുരാണങ്ങളിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് അവർക്ക് ഗ്ലോറിഫൈ ചെയ്ത് കൊണ്ടുവരണം. അത് അവരുടെ ഒരു തത്വശാസ്ത്രത്തിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മള് ഇത് വിക്കിപീഡിയ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആയുഷ് മിനിസ്ട്രിയെ കൃത്യം സ്യൂഡോ സയന്റിഫിക് മിനിസ്ട്രി എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് കേന്ദ്ര സർക്കാർ അടക്കം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ വിക്കിപീഡിയ ഇതുവരെ അത് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ എന്ന് പറയാൻ പോപ്പുലർ ഗെയിമാണ്. എനിക്ക് തോന്നുന്നു ജനാധിപത്യത്തിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം പ്ലേയിങ് ടു ഗാലറിയാണ്. ഗാലറിക്ക് വേണ്ടിയിട്ട് കളിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയൊരു. ശാസ്ത്രത്തിന് വേണ്ടിയിട്ടോ ആധുനികതയ്ക്ക് വേണ്ടിയിട്ടോ വസ്തുതകൾക്ക് വേണ്ടിയിട്ടോ അല്ല, പ്ലേയിങ് ടു ദ ഗാലറി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നത്തെ മുഖ്യധാര ശാസ്ത്രീയ തെളിവുകൾ പ്രകാരം ഹോമിയോ ചികിത്സ ശാസ്ത്രീയമായി ഫലപ്രദമാണെന്ന് തെളിയിച്ചിട്ടുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മള് ഇത് റിവ്യൂ നടത്തി, മെറ്റാസിസ്റ്റമാറ്റിക് അനാലിസിസ് നമ്മൾ നടത്തുമ്പോൾ കുറച്ച് പേപ്പേഴ്സ് എങ്കിലും ഫലപ്രദമാണ് എന്ന് കണ്ടിട്ടുണ്ട്. ഉള്ളത് പോലെ പറയണം, അതങ്ങനെ ഫലപ്രദമാണെന്ന് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ തന്നെയും മെത്തഡോളജിക്കൽ പ്രശ്നങ്ങൾ ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തിയിട്ടില്ല, റിപ്ലിക്കേഷൻ ഇല്ല, അതുമാതിരിയുള്ള ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. അതിന്റെ പരിമിതികളുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ അവസ്ഥ വെച്ചിട്ട് അതൊരു തെളിവായിട്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. അതൊന്നും ഒരു തെളിവായിട്ടില്ല. ഇനിയും അത്രയോ പഠനങ്ങൾ കൃത്യമായിട്ടുള്ള മെത്തഡോളജി വെച്ച് നടത്തി സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് അനലൈസ് ചെയ്താൽ മാത്രമേ തെളിവുകളാണെന്ന് നമ്മൾക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. WHO ഗുരുതര രോഗങ്ങൾക്ക് ഹോമിയോ ചികിത്സ മാത്രം ആശ്രയിക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഞാൻ തന്നെ ഹോമിയോനെ കുറിച്ച് സെർച്ച് ചെയ്യുമ്പോൾ അതിൽ താഴെ തന്നെ വരുന്നുണ്ട്, നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം, ഹോമിയോ മാത്രം ആശ്രയിക്കരുത് എന്ന് അതിന്റെ താഴെ തന്നെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാഷണൽ ഹെൽത്ത് സർവീസ് UK ഹോമിയോ ചികിത്സക്ക് തെളിയിച്ച ശാസ്ത്രീയ ഫലപ്രാപ്തി ഇല്ലെന്ന് ഔദ്യോഗികമായി പറയുന്നുണ്ടോ? അവർ പറയുന്നുണ്ട്, UK പറയുന്നുണ്ട് അതിന് ഫലപ്രാപ്തി ഇല്ല, അവിടെ അത് അംഗീകരിച്ചിട്ടില്ല, അത് ഇതിന് ഇൻഷുറൻസിന് പോലും ഇപ്പോൾ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിൽ ഈ ചികിത്സ നിരോധിക്കേണ്ടതുണ്ടോ? യാതൊരു സംശയവും അതിലില്ല, നിരോധിക്കേണ്ടത് തന്നെയാണ്. കാരണം നമ്മൾ മുമ്പോട്ടേക്കാണ് പോകേണ്ടത്. അത് ശാസ്ത്രമാണ് അതിനുള്ള വഴി നമ്മൾക്ക് കാണിച്ചു തരുന്നത്. അവിടെ വളരെ വ്യക്തമായിട്ട് ശാസ്ത്രം കാണിച്ചു തരുന്ന വഴി ഫലപ്രദമല്ല എന്നുള്ളതാണ്. അതിൽ ഗവേഷണങ്ങൾ നടത്താം. ഹോമിയോ ഇൻ അഗ്രികൾച്ചറോ ഹോമിയോ ഇൻ ഹ്യൂമൻ ബീങ്സോ ഒക്കെ ഗവേഷണങ്ങൾ നടത്താം. ഗവേഷണങ്ങൾ നടത്തി തെളിയിച്ച കാര്യങ്ങൾ മാത്രമേ അത് ചികിത്സയായിട്ട് വരാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അതുവരെ അതൊരിക്കലും അനുവദിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം.